ഹായ്, നമസ്കാരം. വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നല്ലേ? എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലത്ത് ചാർട്ടർ സ്കൂളിനടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു വീട്, 4 സെന്റിൽ നിർമ്മിച്ചതാണ് വീട്. 1600 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി. ഇതാണ് ആ വീട്. പൂർണ്ണമായും കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് വരുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, ബോക്സി ടൈപ്പ് ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലായിട്ട് ക്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഏരിയയിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ബാൽക്കണി കാണാം. മനോഹരമായിട്ടുള്ള ജനൽ നൽകിയിരിക്കുന്നു. മുകൾ ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്കുകൾ നൽകിയിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത് ഈ കാണുന്ന ടാർ റോഡാണ്. വീടിന്റെ 2 ഭാഗത്ത് റോഡ് അവൈലബിൾ ആണ്. ഫ്രണ്ട് ഏരിയയിൽ വരുന്നത് ഈ കാണുന്ന ടാർ റോഡാണ്. ഈ ഭാഗത്ത് നമുക്ക് വിശാലമായിട്ടുള്ള ഏകദേശം ഒരു 6 മീറ്റർ വിഡ്ത്തുള്ള റോഡ് അവൈലബിൾ ആണ്. എലവേഷനിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാഡിംഗ് സ്റ്റോണിന്റെ ഡിസൈൻ കാണാം. ഒരു ഭാഗത്ത് കോർണറിൽ ക്ലാഡിംഗ് സ്റ്റോൺ നൽകിയിരിക്കുന്നു. സെന്റർ ഭാഗത്ത് നല്ല ജനലുകളെല്ലാം വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് സ്ക്വയർ ട്യൂബിന്റെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ടെക്സ്ചർ വർക്കും നൽകിയിരിക്കുന്നു. വീടിന്റെ ഫ്രണ്ടിൽ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മതിലാണ്. 4-way LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രേ കളറും വൈറ്റ് കളറുമാണ് മതിലിന് നൽകിയിരിക്കുന്നത്. ഒരു പെഡസ്റ്റൽ ഗേറ്റും ഒരു സ്ലൈഡിംഗ് ഗേറ്റും വീടിന് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് സ്ലൈഡിംഗ് ഗേറ്റ് വരുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ് നോക്കാം. ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ്. GI ഷീറ്റ് CNC കട്ടിങ് ചെയ്ത് ഭാഗം നൽകിയിരിക്കുന്നു. ഇവിടെയാണ് കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എക്സ്ട്രാ കാർ പോർച്ച് നമുക്ക് ചെയ്ത് നൽകുന്നതാണ്. താഴെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. അത് 1.5-ന്റെ ഇന്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നു. അവിടെ നമുക്ക് ഗ്രാസും കൊടുത്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പെഡസ്റ്റൽ ഗേറ്റ് നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് നടന്ന് വരാവുന്നതാണ്. ഇവിടെ ചെറിയൊരു ഗാർഡൻ സ്പേസിനുള്ള ഏരിയ ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് ഉപയോഗിക്കുന്ന കിണർ. KWA വാട്ടർ കണക്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് വീടിന്റെ പുറകുവശത്താണ്. വർക്ക് ഏരിയ സ്പേസ് ആണ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് വീടിന്റെ അകത്തേക്ക് വരാം. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് സിറ്റ് ഔട്ടാണ്. സിറ്റത്ത് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പർഗോള നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. 2 പാളികളായിട്ടുള്ള മെയിൻ ഡോറാണ് വരുന്നത്. മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ വരുന്നത്. ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ലിവിങ് ഏരിയ ആണ്. നീളത്തിലുള്ള ലിവിങ് ഏരിയ. എൻ്റെ പുറകിലായി കാണുന്ന TV യൂണിറ്റ്. ഗ്ലോസി ആയിട്ടുള്ള മൈക്ക് ഉപയോഗിച്ചിട്ടാണ് TVയുടെ ഭാഗം ചെയ്തിരിക്കുന്നത്. അതിന് പുറകിലായി ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു ലെഡ്ജ് വരുന്നു. ഇവിടെ ക്യൂരിയോസ് ഒക്കെ വയ്ക്കാവുന്നതിനായിട്ടുള്ള സ്പേസ് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് 3 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ 3 ഫേസ് ഇലക്ട്രിക്കൽ കണക്ഷനാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു 3 പാളി ജനലും കൊടുത്തിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ സെൻട്രൽ ഭാഗത്തായിട്ട് പ്രൊഫൈൽ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിലായിട്ട് കോവ് LED ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഇനി പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ആർക്കി ഡ്രൈവിൽ കൂടെയാണ് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 4 പാളിയുള്ള ജനൽ ഇവിടെ വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെയർ മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതിനടിയിലായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇൻവേർട്ടറിന്റെ പൊസിഷൻ വരുന്നത് അവിടെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് നോക്കാം. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. സെറൈതേതാണ്. സാനിറ്ററി ഫിറ്റിങ്സും ടാപ്പ് ഫിറ്റിങ്സുകളെല്ലാം ഇവിടെ വരുന്നത്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. ഇവിടെ വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഈ ഭാഗം വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ്. താഴെ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ആർക്കി ഡ്രൈവ് ആണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല വൈറ്റ് കളറുള്ള ടൈല് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. ആ സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ്. ഫുൾ ബോഡി ടൈലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കിച്ചൺ വിൻഡോ 2 ഭാഗത്തും വരുന്നുണ്ട്. മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കളറുകളെല്ലാം വരുന്നത് വൈറ്റും ഗ്രേയുമാണ്. ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത്. 2 ടാപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയക്കുള്ള സ്പേസ് നമ്മൾ നേരത്തെ കണ്ടതാണ്, പുറത്തുനിന്ന് കണ്ടതാണ്. അതിൽ നമുക്ക് നോക്കാം. ഇവിടെ വർക്ക് ഏരിയ. ഈ സ്പേസിലാണ് വർക്ക് ഏരിയ വരുന്നത്. അതിൻ്റെ താഴെ ഫ്ലോറിൽ വുഡൻ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്.
താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ആ ബെഡ്റൂമിലേക്കാണ്. ആ ബെഡ്റൂം വരുന്നത് വാഷ് കൗണ്ടറിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ ഉള്ള സ്പേസിലാണ്. ഇതാണ് ബെഡ്റൂമിന്റെ ഡോറ്. നേരെ നോക്കുമ്പോൾ കാണുന്നത് ഒരു ജനലാണ്. 3 പാളിയുള്ള ജനൽ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു മിററും ഒരു ഡ്രോയറും കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം, ഇവിടെയാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് തന്നെ വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് എല്ലാ ബെഡ്റൂമിനും ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂമിന്റെ ഡോറ് ഫൈബറിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള വൈറ്റ് കളർ വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. നമ്മുടെ ക്ലോസറ്റ് വരുന്നത് സെറൈഡേതാണ്. അത് ഈ ഭാഗത്ത് വരുന്നു. വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, അതിന് മുകളിൽ എക്സോസ്റ്റ്. നേരെ നോക്കുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിൻ, ഒരു മിററും LED ലൈറ്റും ഒക്കെ ആയിട്ട് അതും നൽകിയിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണിത്. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. മുകളിലേക്ക് പോവാം. സ്റ്റെപ്പ് ഗ്രാനൈറ്റ് ആണ്. നേരെ നോക്കുമ്പോൾ തന്നെ ഒരു പർഗോളയാണ് കാണുന്നത്. ഹാൻഡ് റൈഡ് സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ ഒരു 4 പാളി ജനല് കൊടുത്തിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ തന്നെ ഒരു കമ്പ്യൂട്ടർ ടേബിളും കുറച്ച് റാക്കും ഷെൽഫും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അപ്പർ ലിവിംഗ് സ്പേസ് പോകുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് 2 ബെഡ്റൂമുകളിലേക്കുള്ള ഡോറുണ്ട്. ഇവിടെയും അവിടെയും ബെഡ്റൂമാണ്. ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. അവിടെ ബാൽക്കണിയും കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. നല്ല വലിപ്പമുള്ളതാണ് ബെഡ്റൂം. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് 4x2 വെട്രിഫൈഡ് ടൈലാണ്. ഇതാണ് വാർഡ്രോബ്. സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ്. ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി അവിടെ വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ്. ഇതാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂമിനേക്കാൾ അല്പം വലിപ്പമുള്ളതാണ് ഈ ബാത്റൂം. ഗ്ലോസി ആയിട്ടുള്ളതും വാറ്റായിട്ടുള്ളതും നല്ല വാൾ ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ക്ലോസറ്റ്, ഈ ഭാഗത്ത് ഷവർ, നേരെ നോക്കുമ്പോൾ തന്നെ വാഷ് ബേസിൻ. അതാണ് ഈ ബെഡ്റൂമിന്റെ വിശേഷം. ഇനി നമ്മൾ പോകുന്നത് 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 3ാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ. നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അത്ര വലിപ്പം ഇതിനില്ല. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് 4 സെന്റിലാണ്. 1600 സ്ക്വയർ ഫീറ്റ് വീടിന് അവൈലബിൾ ആണ്. ഇതൊരു ജനലാണ്, ഇതൊരു ജനലാണ്. ഇവിടെ വാർഡ്രോബ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗും ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇത് ബാത്റൂമിന്റെ ഡോറാണ്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. ഇവിടെ വെറ്റും ഡ്രൈയും ആയിട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ തന്നെ അറിയാം, സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂമാണ് ഇവിടെ വരുന്നത്. ഇനി യൂട്ടിലിറ്റി ഏരിയ കാണാം. യൂട്ടിലിറ്റി ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയ. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. ഇത് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്കൊരു സ്റ്റഡി റൂമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഫ്ലോറിംഗ് വുഡൻ ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ സ്ക്വയർ ട്യൂബ് കഴിഞ്ഞിട്ട് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാഷ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ആണ്. അതിൻ്റെ കണക്ഷൻ പോയിന്റും എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. മുകളിലേക്ക് ടെറസിലേക്ക് നമുക്ക് ഈ ഡോറ് തുറന്ന് ടെറസിലേക്കും പോകാവുന്നതാണ്. ബാൽക്കണിയിലേക്കാണ് ഇനി പോകുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലാണ് മെയിൻ അട്രാക്ഷൻ ഈ വീടിന്റെ. ഏകദേശം ഒരു 10 കിലോമീറ്റർ ആണ് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം. ചാർട്ടർ സ്കൂളിലേക്ക് 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ്. നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു വീടാണിത്. ഇതാണ് ബാൽക്കണി. ഒരുപാട് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഒരു ഹാൻഡ് റെയിൽ ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോർണർ പ്രോപ്പർട്ടിയാണ് ഇത്. നല്ല മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ വീട് വരുന്നത്. അതിൽ ആദ്യത്തെ വീടാണിത്. പുറകുള്ള വീടുകളെല്ലാം സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. ഈ വീടിന്റെ വില 63 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. കാണാനായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിക്കാം. ഇതുപോലുള്ള ധാരാളം വീടുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം.